കുട്ടനാട് എം.എൽ.എ. റെജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനവുമായി ജി സുധാകരൻ. തന്നെ അറിയിക്കാതെ റെജി ചെറിയാൻ തോട്ടപ്പള്ളി പൊഴിയും സ്പിൽവേയും സന്ദർശിച്ചു. സമ്പത്തിന്റെ അഹങ്കാരമാണ് റെജി ചെറിയാന്. താൻ പ്രിവിലേജ് കമ്മിറ്റിയിൽ പരാതി നൽകിയാൽ റെജി ചെറിയാൻ ശിക്ഷിക്കപ്പെടും. ഒരു എം.എൽ.എയുടെ മുകളിൽ മറ്റൊരു എം.എൽ.എ. അധികാരം സ്ഥാപിക്കുകയാണ് എന്നും ജി സുധാകരൻ വിമർശിച്ചു. കുട്ടനാട്ടിലെ എം.എൽ.എ. ഇവിടെ വന്ന് പരിശോധിക്കുകയാണ്. ഞാനൊരു 20 വർഷം എം.എൽ.എ. ആയിരുന്നു. എനിക്ക് ഇവിടുത്തെ എല്ലാ സ്ഥലവും അറിയാം. വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയമാകുമ്പോഴേ ഞങ്ങൾ മുറിപ്പിക്കും. വന്നു നിന്നാൽ മുറിപ്പിക്കും. അമ്പലപ്പുഴ എം.എൽ.എയുടെ പ്രിവിലേജ് ലക്ഷ്യത്തിരിക്കുകയാണ്. പ്രിവിലേജ് കമ്മിറ്റിയുണ്ട്, അവിടെ കൊടുത്താൽ ശിക്ഷിക്കപ്പെടും. ഇതൊക്കെ അഹങ്കാരമാണ്. അഹങ്കാരം സാധാരണ എം.എൽ.എ. ആണെന്ന് ചെയ്യത്തില്ല. അതൊന്നും അമ്പലപ്പുഴക്കാരുടെ ഒരു എം.എൽ.എയുടെ മേൽ വേറൊരു എം.എൽ.എ. അറിയാതെ സ്ഥാപിക്കുന്നത്. അതും ആദ്യമായിട്ട് വരുന്ന 20 വർഷം എം.എൽ.എ. ആയി പരിചയമുള്ള ഒരാളോടാണ്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, സന്ദർശനം മാത്രമായിരിക്കില്ല സ്വാഭാവികമായും ജി സുധാകരനെ പ്രകോപിപ്പിച്ചത്. സമ്പത്തിന്റെ അഹങ്കാരം എന്നടക്കം വിമർശനം ഉന്നയിക്കാൻ എന്താണ് കാരണം? മാധു, അമ്പലപ്പുഴ എം.എൽ.എ. കൂടിയായിട്ടുള്ള ജി സുധാകരന്റെ മണ്ഡലത്തിലെ തന്നെ പരിധിയിലുള്ള സ്ഥലമാണ് തോട്ടപ്പള്ളി സ്പിൽവേയും പൊഴിയുമൊക്കെ. അവിടെയാണ് കുട്ടനാട് എം.എൽ.എ. റെജി ചെറിയാൻ ഈ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി തോട്ടപ്പള്ളി പൊഴി വഴി വെള്ളം ഒഴുക്കി വിടുന്ന പ്രവർത്തനം എന്തായി എന്ന അടക്കമുള്ള അവലോകന യോഗം ചേരാൻ അവിടെ കഴിഞ്ഞ ദിവസം എത്തിയത്. അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. ഇതാണ് ജി സുധാകരനെ ചൊടിപ്പിച്ചത്. ഈ സന്ദർശനത്തിൽ ജി സുധാകരനെ ക്ഷണിക്കുകയോ അല്ലെങ്കിൽ ജി സുധാകരനോട് അക്കാര്യം അറിയിക്കുകയോ അങ്ങനെ ഒരു കാര്യം റെജി ചെറിയാൻ ചെയ്തില്ല. അതിനാണ് രൂക്ഷ വിമർശനം അദ്ദേഹം നടത്തിയത്. അദ്ദേഹം തോട്ടപ്പള്ളി നന്മ ഗ്രൂപ്പിന്റെ വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് വിതരണ വേദിയിലാണ് സുധാകരൻ റെജി ചെറിയാനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതും. ഒപ്പം തന്നെ അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്ന തരത്തിൽ വെള്ളമടിക്കൽ, അതായത് റെജി ചെറിയാൻ ഒരു സ്ഥാപനമുണ്ട്, വലിയ സമ്പത്തിന്റെ സ്ഥാപനമാണത്. അവിടെ വെള്ളമടിക്കാൻ പോകുന്ന നേതാക്കന്മാരെയൊക്കെ തനിക്കറിയാം. താൻ അവിടെ വെള്ളമടിക്കാൻ പോകാത്തത് കൊണ്ട് തന്നോട് സ്നേഹമില്ല. 63 വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന തന്നോട് ഒരു രാഷ്ട്രീയ പ്രവർത്തനവും ഇത് നാളെ ഇല്ലാതെ 4-5 പാർട്ടി മാറി ഇപ്പോൾ എം.എൽ.എ. ആയപ്പോൾ താൻ അറിയാതെ തോട്ടപ്പള്ളിയിൽ പോയത് അഹങ്കാരത്തിന്റെ ഭാഗമാണ്. ജലസേചന വകുപ്പ് മന്ത്രിയുടെ ആളാണെന്നാണ് ഇയാളുടെ വിചാരം. തോട്ടപ്പള്ളി സ്പിൽവേയിൽ തകർന്നു കിടക്കുന്ന ഷട്ടർ നന്നാക്കാൻ പറയാൻ എം.എൽ.എക്ക് ധൈര്യമുണ്ടോ തുടങ്ങി ഈ റെജി ചെറിയാനെ ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന രൂക്ഷമായ ഭാഷയിലാണ് ജി സുധാകരൻ ഇതിന് ജി സുധാകരനെ പ്രകോപിക്കുന്ന തരത്തിൽ അമ്പലപ്പുഴ മണ്ഡലത്തിലെ തോട്ടപ്പള്ളി സ്പിൽവേ സന്ദർശിക്കാനെത്തിയ റെജി ചെറിയാനെ വിമർശനം പറയാൻ ധൈര്യമുണ്ടോ റെജി ചെറിയാൻ എന്നതടക്കം വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് ജി സുധാകരൻ. എന്തായാലും വലിയ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്.